കൊല്ലത്ത് ക്ഷേത്ര ഉത്സവത്തിനിടെ CPM ഗാനവും കൊടിയും അംഗീകരിക്കാൻ കഴിയില്ല, വിമർശിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. കൊല്ലം കടക്കൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ CPM ഗാനവും കൊടിയും ഉപയോഗിച്ചതിനെതിരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും സംഭവിച്ചത് ശരിയല്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. ദേവസ്വം വിജിലൻസ് അന്വേഷണം നടത്തും. റിപ്പോർട്ട് ലഭിച്ചാൽ ആർക്കെതിരായാലും നടപടിയുണ്ടാകും. ദേവസ്വത്തിന് രാഷ്ട്രീയമില്ല. കോടതിയിലും സർക്കാർ വ്യക്തമായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആര് തെറ്റ് ചെയ്താലും അംഗീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ക്ഷേത്രങ്ങളിൽ രാഷ്ട്രീയക്കാരുടെ അടയാളം പാടില്ലെന്ന് കോടതി നിർദ്ദേശമുണ്ട്. ഉപദേശക സമിതിക്ക് വീഴ്ചയുണ്ടായെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയെടുക്കുമെന്ന് PS പ്രശാന്ത് വ്യക്തമാക്കി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കടക്കൽ ദേവീക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവത്തിന്റെ ഭാഗമായുള്ള സംഗീത പരിപാടിയിലാണ് വിപ്ലവ ഗാനങ്ങൾ ആലപിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രത്തിൽ ഗായകൻ അലോഷി അവതരിപ്പിച്ച സംഗീത പരിപാടിക്ക് എതിരെയാണ് പ്രതിഷേധമുയർന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രത്തിലെ ഉത്സവാഘോഷം രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിച്ചെന്നാണ് വിമർശനം. സമൂഹ മാധ്യമത്തിൽ BJP അനുകൂല പേജുകളിൽ പ്രതിഷേധം ശക്തമാണ്. വിമർശനവുമായി കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു. വ്യാപാരി വ്യവസായ സമിതിയാണ് സംഗീത പരിപാടി വഴിപാടായി സമർപ്പിച്ചത്. പുഷ്പനെ അറിയാമോ, 100 പൂക്കളെ തുടങ്ങിയ പാട്ടുകൾ അലോഷി പരിപാടിക്കിടെ ആലപിച്ചു. ഈ സമയം സ്റ്റേജിലെ LED സ്ക്രീനിൽ CPM DYFI കൊടികളും ചിഹ്നങ്ങളും തെളിഞ്ഞു. ഇതോടെ സദസ്സിൽ നിന്നും ഇൻകിലാബ് സിന്ദാബാദ് വിളികളും മുഴങ്ങി. പ്രദേശത്തെ CPM നേതാക്കൾ ഉൾപ്പെടെ സദസ്സിന്റെ മുൻനിരയിലിരുന്ന് താളം പിടിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായാണ് ഗാനമേള എന്നാരോപിച്ചാണ് കോൺഗ്രസും BJPയും രംഗത്തെത്തിയത്.